വാവ്, അൺബിലീവബിൾ. അപ്പൊ പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ള അൺബിലീവബിൾ. ആ ഒരു മ്യൂസിക്കും ആ ഒരു ഗ്രാഫിക്സും ആ ഒരു സ്ഥലവും മാപ്പും കറക്റ്റ് സമയത്ത് തന്നെ ആ 2 ഡൈനോസർ പറന്നു പോയതുണ്ട്. എന്റെ പൊന്നെ, ഇതെന്താ സാധനം! എന്തിൻ്റെ എല്ലാണ് ഇവിടെ തല കണ്ട? ഇത് ഡൈനോസറിന്റെ തലയാണ് ആ കാണുന്നത്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫെറോഷ്യസ് പാർട്ട് 2. ഇതിൻ്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല, കാരണം നമ്മൾ ഈ ഗെയിം കളിച്ചിട്ട് കുറച്ചായി. സംഭവം വെച്ചാൽ നമ്മളും നമ്മുടെ ബ്രദറും കൂടി ഇങ്ങനെ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഫിഷിങ്ങിന് ഇറങ്ങിയ സമയത്ത് ഇതൊരു വലിയ ഡൈനോസർ നമ്മൾ ആക്രമിക്കും വെള്ളത്തിൽ. അപ്പോഴ് ഇങ്ങനെ കൊല്ലട്ടെ, അപ്പോഴാ ഡൈനോസർ ആക്രമിച്ച് നമ്മൾ കടലിൽ വീണ് തെരയിൽ കൂടെ ഒക്കെ തെരഞ്ഞ് ഈ ഒരു ഐലൻഡിൽ വന്ന് അകപ്പെടുവാണ്. കൊണ്ടിട്ടോ, അതിൻ്റെ ഫിസിക്സ് ഒക്കെ നൈസ് കേട്ടോ. കുറച്ച് പൊക്കി എറിഞ്ഞാലേ ചാവുള്ള അവന്മാർ. അപ്പോട്ട് അങ്ങനെ നമ്മൾ ഇവിടുന്ന് വന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ എന്തോ ആൾക്കാർ ഡൈനോസറിനെ വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോഴ് ഇവിടെ ഡൈനോസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വലിയ കഥ എന്ന് ഐഡിയ ആയിട്ടില്ല. ഓക്കെ, നോക്കട്ടെ. ചെന്ന് വെടിവെച്ച് കൊല്ലുന്നതിനേക്കാൾ ഉമാരെയൊക്കെ അടുത്ത് പോയി കുത്തിക്കൊല്ലുന്നത് നല്ലത്. കഴിക്കില്ലടാ അവിടെ മുക്കി. ഇനി ആരാ ഉള്ളത്? ഒന്ന് ഹീലാവണം നമുക്ക്. ഒന്ന് അവിടെ നിൽക്കട. 2 അടുത്ത് പോയി ഇങ്ങനെ കുത്തിക്കൊല്ലാൻ എളുപ്പമുള്ള പരിപാടി നമ്മൾ. നെക്സ്റ്റ് കഴിഞ്ഞ അത്രേ ഉള്ളൂ. അല്ല, നമ്മളിവിടെ കളി. ഞാൻ റീലോഡ് കേട്ടോ. എല്ലാവരെയും കുത്തിക്കൊന്നിട്ട് ഞാൻ റീലോഡ് ചെയ്യും. കമാൻഡർമാരെ കയ്യിൽ നമുക്ക് കീ ലൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കീ ഇല്ല. കമാൻഡർ എന്ന് പറയുന്നവന് ഇച്ചിരി വെറൈറ്റി ഡ്രസ് ആയിരിക്കും എന്ന് പറയുന്നത്. എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. മണ്ടയിൽ ഒരുത്തനൊരു വെള്ളയും ഓറഞ്ച് കളർ ഡ്രസ്സ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അവനായിരിക്കും കമാൻഡർ. അപ്പം നേരെ അവൻ്റെ അടുത്ത് പോകാം. കുറച്ച് ലൂട്ട് അടിക്കിട്ട് ഉണ്ടയില്ല കയ്യിൽ. ഇവിടെയും തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ മണ്ടയിൽ എടുത്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. മറ്റേ നമ്മൾ കഴുത്തിലെടുത്തിന് കുത്തി പോന്നല്ലോ, അവൻ്റെ കയ്യിലായിരിക്കും. അപ്പോൾ അവനായിരിക്കും കമാൻഡർ. പിന്നെ അല്ല, അങ്ങനെ താഴെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡിസ്ലൊക്കേഷനായി കിടക്കുക എന്ന്. അത് പിടിച്ച് ഞെക്കിപ്പോൾ ലൊക്കേഷനൊക്കെ നൈസ് എല്ലൊക്കെ പിടിച്ചെടുത്തത്. അതാ കമാൻഡർ ഡ്യൂട്ടി കിട്ടി. ഡീസലിലേക്ക് പോകാനുള്ള കീ കിട്ടി എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഡീസലല്ല, ഡീസൽ, സെൽ നമ്പർ D അങ്ങനെ പറഞ്ഞു. ബാ ബൈ ദ വേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് അങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, to close the only prisoner that survived the prisoners young man was seen to be meant to likely a relative of the missing survivor. ഓക്കെ, അതായത് മിസ്സിംഗ് സർവൈവർ നമ്മളാ. അപ്പം നമ്മുടെ റിലേറ്റീവ് അവനാണ് സായി തന്നെ പറഞ്ഞത്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കട്ടെ. ആരെയും പിടിച്ചു വെച്ച് ഇൻ്റർഗേഷൻ നടത്തുകയാണ്. വി ക്രാഷ്ഡ്. യെസ്, അത് നമ്മുടെ ബ്രദറാണ്. അപ്പം നമ്മുടെ ബ്രദറിനെ അവർ പിടിച്ചു വെച്ച് ചോദ്യം ചെയ്യുന്നതാണ് ഈ കേൾക്കുന്നത്. യെസ് ബ്രദർ, one of you is killing my man left and right, take him, Kane wants him off. Okay, so you നമ്മുടെ ബ്രദറാണ് ആൾക്കാരെ കൊല്ലുന്നതെന്ന് പറഞ്ഞ. ബ്രദറല്ല, നമ്മളാണ് ഈ കൊന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബ്രദർ ജീവനോടുണ്ട്. നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് നമ്മുടെ ബ്രദറിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ നമുക്കൊരു പ്രശ്നമാണോ? നമ്മൾ കൊല്ലാതിരിക്കുന്ന കാലത്തോളം നമ്മൾ ബ്രദർ ഒരിക്കലും മരിക്കില്ല. അത്രേ ഉള്ളൂ, നമ്മൾ രക്ഷിക്കും. ഇതെന്താ സംഭവം? എങ്ങോട്ടാണ് പോകേണ്ടത്? ഇതിനകത്ത് വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ കറക്റ്റ് അടുത്ത അതുകൊണ്ട് അതിൻ്റെ സംഭവം ബിൽഡിങ്ങിൻ്റെ അടിയിൽ വെള്ളം കെട്ടിക്കിടക്കുക. നോക്കട്ടെ, അത് തന്നെ സംഭവം. നൈസ്, അതെനിക്കിഷ്ടമായി. ഞാൻ വിളിച്ചു. ബിൽഡിങ്ങിൻ്റെ അടിയിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. പോകുന്ന വഴിക്ക് അവിടെ കയറി ഇടിച്ചത്. നൈസ്. അങ്ങനെയുള്ള കൊച്ചു ഡീറ്റെയിലിംഗ് ഒക്കെ ഉണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള കൊച്ചു ബഗ്ഗുകളുണ്ട്. ഓക്കെ, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഇതിൻ്റെ ആ ഒരു ആനിമേഷനും ഗ്രാഫിക്സും ഞാൻ വിചാരിച്ചില്ല ഈ ഒരു ഗെയിമിൽ ഇത്രയും കിട്ടുമെന്ന്. വിചാരിച്ചതിനേക്കാളൊക്കെ ഗെയിം കളിച്ച് വരുന്തോറും ഒരുപാട് അഡിക്റ്റീവ്, ഒരുപാട് ത്രില്ലിങ്ങുമായിട്ട് തോന്നുന്നു ഈ ഗെയിം. എനിക്കിഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി. ഐ ലൈക്ക് ഇറ്റ്. ഇങ്ങോട്ടല്ലേ പോകേണ്ടത്? വഴി തെറ്റിപ്പോയി. ഇവിടെ ഒരു കേബിൾ കാറിൽ കയറണം എന്നാണ് പറയുന്നത്. ഓക്കെ, ടേക്ക് കേബിൾ കാർ. ഇവിടെ ചാവിയുണ്ട്, കേസ്, ഇതൊന്നും ആവശ്യമില്ല. കേബിൾ കാർ എവിടെ ഉള്ളത്? വലതുവശത്തൊരു സാധനം ഉണ്ടായിരുന്നു. ഒറ്റ സെക്കൻഡേ. വാ, ഇതന്നെ ഇതാവും. ഞാൻ മുന്നേ കയറിയായിരുന്നു ഇവിടെ. സ്റ്റാർട്ട് കേബിൾ കാർ. യെസ്. അപ്പോൾ കമാൻഡറിനെ ചാവി എടുത്ത് ബ്രദർ ജീവനോടെന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ കേബിൾ കാറിൽ കയറി താഴേക്ക് പോവാണ്. ലോഡി ഗെയിം സേവ്.
ഗുഹയ്ക്കകത്തുള്ളതിൻ്റെ ആ ഒരു സൗണ്ടിൻ്റെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാകും. നേരത്തെ ഇങ്ങനെ സൗണ്ട് അല്ലായിരുന്നു ഓപ്പൺ സൈഡിൽ നിന്ന് ഗെയിം സേവ് ചെയ്യട്ടെ. അറിയാലോ, ഇത് നമുക്ക് ഗെയിം ഓരോ സ്ഥലത്തെത്തുമ്പോഴും നമ്മൾ അതിനനുസരിച്ച് സേവ് ചെയ്ത് കൊടുക്കണം. ഓട്ടോ സേവിങ് ഇല്ല ഈ ഗെയിമിൽ. ഇവിടെ വേറെ സ്ഥലമുണ്ട്, ഇവിടെ ഡൈനോസേഴ്സ് കാണും മിക്കവാറും. അത്ര ചെറിയ ഗെയിമല്ല, 80 GB അങ്ങോട്ടുണ്ട് ഈ ഗെയിം. ഇത് കിളിയൊക്കെ പറന്നു പോയിട്ടുണ്ട്. സ്ഥലങ്ങൾ അടിപൊളി, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. താഴോട്ടൊക്കെയ കൊക്കാണൊക്കെ കുഴിയായിട്ട് കിടക്കുന്നത്. ഡൈനോസറിനൊക്കെ താമസിക്കാൻ പറ്റിയ മനുഷ്യന്മാരധികം വരാത്ത നല്ല അടിപൊളി സ്ഥലം. പക്ഷെ ഇവിടെ കുറേ മനുഷ്യന്മാരുണ്ട്, അതിവർ അനധികൃതമായി കയറി ഡൈനോസറുകളിൽ പരീക്ഷണം നടത്തുകയാണ് ഇവരതാണ്. നമുക്ക് സമയം കളയാനുള്ള ടൈമില്ല, നേരെ മിഷനിലോട്ട് പോട്ടെ. സ്പേസ് ടു ക്ലൈം. ഓക്കെ, ഡൈനോസർ ഗെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡൈനോസറിനേക്കാളും കൂടുതൽ കണ്ടത് മനുഷ്യന്മാരെ. ആ ഒരു വിഷമം മാത്രമേ ഗെയിമിൽ എനിക്കുള്ളൂ കേട്ടോ. നൈസ്. പഴയ ടെമ്പിൾ റൺ ഓർമ്മ വരുന്നു. ടെമ്പിൾ റൺ ഓയിസിഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. കളിച്ചവർക്കൊക്കെ അറിയായിരിക്കും, കളിക്കത്തവർക്ക് അല്ലെങ്കിൽ അറിയാൻ പറ്റില്ലല്ലോ. നൈസറാ, സ്ഥലങ്ങളൊക്കെ നല്ല സ്കെയറി ആയിട്ടുണ്ട്. ആ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ, ഒരു ഡൈനോസറിൻ്റെ സ്ഥലത്തിൻ്റെ ഫീല്. നമുക്കിന് പേടിയില്ലെങ്കിലും ചെറിയൊരു ഭയമുണ്ട്. ഇവിടെ എപ്പോഴാണ് ഡൈനോസർ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അൺഎക്സ്പെക്റ്റഡ് ടൈം വരുന്നത്. ആ സമയത്തിന് മ്യൂസിക് പമ്പ് ചെയ്യുകയും ചെയ്യും. ഒരു വെറൈറ്റി ഫീലാണ് കളിക്കാൻ. എല്ലാം ഫുള്ളാണ്. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കേണ്ടത് എനിക്ക് ഇതുവരെ വലിയ ഐഡിയ ഇട്ടിട്ടില്ല. ആദ്യം വെണ്ടക്കേശെടുത്ത് എഴുതി കാണിച്ചൊക്കെ വായിച്ചൊക്കെ നോക്കിയതാണ്, മറന്നുപോയി. ഐ ഫോർഗെറ്റ് 30 അസറിങ് പശുവിന് ബാക്ക് പാക്ക്. ഓക്കെ, ഇതൊക്കെ വെച്ച് ക്രാഫ്റ്റ് ചെയ്ത് എന്ത് ജീവിയാടാ ഇത്. 2 കണ്ണ് ഓന്തിനും പാറ്റയ്ക്കും, ഓന്തലല്ല രണ്ടിനും പാറ്റയ്ക്കും എങ്ങാണ്ട് ഒരുമിച്ചുണ്ടായ സാധനമാണെന്ന് തോന്നുന്നുണ്ട്. ഗെയിം സേവ് ചെയ്യും. ഇവിടം വരെ നമ്മൾ സേഫായി. എൻ്റെ പൊന്നെ, എനിക്ക് സ്ഥലത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല. നോക്കി, ഞാൻ ഓരോ സ്ഥലം കാണിക്കുമ്പോൾ ഇത് പറയാമെന്ന് വിചാരിക്കുന്നത്, പക്ഷെ എനിക്കിഷ്ടമായി. വേറെ ഏത് ഗെയിമിലുണ്ട് ഇതിനകത്തൊരു സ്ഥലം, ഈ ഒരു ഫീൽ, ഈ ഒരു വൈബ്. നൈസ്. കോങ്ങിൻ്റെ മറ്റേ സ്കൾ ഐലൻഡൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഉള്ളൊരു ഫീൽ, കണക്കത്തൊരു ഫീൽ. ഐ ലൈക്ക് ഇറ്റ്. ഈ ഗെയിം ഞാൻ ഫിനിഷ് ചെയ്യും എന്നുള്ളൊരു മൈൻഡിലല്ല എടുത്തത്, വെറുതെ കളിച്ചു. കുറച്ച് സൗണ്ട് എഫക്ട്സിൻ്റെ കുറവുണ്ട് കേട്ടോ, കുഴപ്പമില്ല, നമുക്ക് എഡിറ്റിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കല്ലൊക്കെ വീഴുമ്പോൾ ഗെയിമിൻ്റെ ബഗ്ഗാവും. ഒരു സ്ഥലമുണ്ട്, നേരെ അങ്ങോട്ടേക്ക് പോവാം. ചുറ്റും നോക്കിയാൽ പോകുന്ന വഴി കറക്റ്റാണ്. സോഷ്യം കണ്ട് ശ്രദ്ധിച്ചും പോയില്ലെങ്കിൽ പ്രശ്നമാണ്. ഡൈനോസേഴ്സ് എപ്പോൾ വേണമെങ്കിലും വരാം, ഇതൊരു പ്രശ്നമാണ്. ഇവിടുന്ന് താഴേക്ക് പോകാൻ ഇപ്പോൾ ചാവില്ല, മറ്റേ കയറിട്ട് കെട്ടിത്തൂങ്ങി ഇറങ്ങാൻ പറ്റും. ഐ എം റെഡി, ഐ എം ബോൺ റെഡി, ലെറ്റ്സ് ഗോ. ഓൾ ലെഫ്റ്റ് ബേസ്. ഏട്ടാ താഴെ കണ്ടാതെ അവിടെ ലെഫ്റ്റ്. യെസ്, അവരുടെ ഡൈനോസറിൻ്റെ ദൈവമാണ്. ഇല്ല, പണ്ടത്തെ എന്തോ അമ്പലമാണത്. നൈസ്. അവിടെ സ്വർണ്ണമൊക്കെ കിട്ടി. സ്വർണ്ണം കിട്ടിയടാ എനിക്ക്. സ്വർണ്ണം കിട്ടിയടാ. ചെറിയ ഒരു എന്തോ കാട്ടുമുത്ത, അതാണ് കാട്ടുമുത്തപ്പനാണ്. മറ്റേ സൂത്രനശ്ശേരിയിൽ കാട്ടുത്തൂപ്പനുണ്ടല്ലോ, എന്താ കാട്ടുമുത്തപ്പൻ. പോവാ, നിന്നിട്ട് കാര്യമില്ല. അപ്പം ഇവിടെ പണ്ട് മനുഷ്യന്മാരെ ഉണ്ടായിരുന്നു എന്നാണ് അതിന് അർത്ഥം. അവരാചരിച്ചിരുന്ന ദൈവമാണത്. അല്ല, ഡൈനോസർ എന്തായാലും പ്രതിമ ഉണ്ടാക്കി വെക്കില്ലല്ലോ. ഇവിടെ നിന്ന് ആൾ വന്നിട്ടില്ല. ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ ഇത്ര പോച്ച വളം നടക്കത്തില്ല ഇവിടെയൊന്നും. എപ്പോൾ വേണമെങ്കിലും ഡൈനോസർ വരാം. ഞാണ്ടിങ്ങനെ റെഡി ആയിട്ടിരിക്കുക, തോക്കും പിടിച്ചുകൊണ്ട്. സേവിയർ ബ്രദർ, അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ. കുറേ നേരമല്ല നടക്കുന്നത്, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ? ഓക്കെ, എന്താ സംഭവം? ഒരു പാമ്പിൻ്റെ സൗണ്ട് കണക്കൊരു സംഭവം കേട്ട് മ്യൂസിക്കും മാറി. ആറത് ഇവനാണാ? ഇവൻ്റെ അടുത്ത് വന്നതിനാണ് ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത്. ഞാനത് കണ്ടില്ല. വാഴ കണക്കത്തെ കുറേ ചെടിയാണ് വളർന്നിരിക്കുന്നത്. ഐ ഡോണ്ട് നോ വൈ. വെറുതെ ഒരു മ്യൂസിക് ഇട്ട് മനുഷ്യനെ പേടിപ്പിച്ച്. എത്തി. ഇല്ല, പ്രശ്നത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുത്ത മരിച്ചു കിടപ്പുണ്ട്. ഇന്ന് സേവ് ചെയ്യട്ടെ. നെക്സ്റ്റ്, ഇവിടെയൊക്കെ ആൾക്കാർ മരിച്ചു കിടപ്പുണ്ട് കേട്ടോ. എന്തോ സംഭവം, സ്കിൻ ഓഫ് ദി ക്രീച്ചർ. എന്തോ സാധനത്തിൻ്റെ സ്കിൻ എടുക്കുകയാണ്. ക്രോളർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ജീവിയുടെ സ്കിന്ന് നമ്മൾ പെടുത്തി. എന്തോ ഈ വൃത്തിയിട്ട സാധനം. ആൻഡ്സ്. ഇത് ഒരു സഞ്ചി ഉറുമ്പിനെയൊക്കെ അങ്ങ് പിടിച്ചിട്ടോ. ഇതൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ വിചാരിച്ചതിനേക്കാളൊക്കെ ഉണ്ട് ഈ ഗെയിമിൽ. ഇത്രയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ലൂട്ടും മെഡും ആവശ്യത്തിന് വേണ്ട തോക്കും ഉണ്ടാക്കി തരുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്രശ്നക്കാരന്മാരുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? നല്ലോണം ഭക്ഷണം അന്ന് നോക്കുമ്പോൾ സൂക്ഷിച്ചു. അറക്കാനാണ് അടുത്ത പെരുന്നാളിന്.
മണ്ടയിലോട്ട് നോക്കിയാൽ ഞാൻ പോകുന്നത്. എപ്പോൾ ആണെങ്കിലും ഡൈനോസർ വരാൻ സാധ്യതയുണ്ട് ഇവിടെയൊക്കെ. ഇവിടെ ഒരു ഡെഡ് ബോഡി കാണുന്നുണ്ട്. അടുത്ത എവിടെയെങ്കിലും മ്യൂസിക് മാറി. ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ പാടാ. എവിടെയാണ് ഇതിൻ്റെ മണ്ടയിലൊന്നുമില്ല. സൗണ്ട് കിട്ടും. നേരത്തെ കേട്ട അതേ സൗണ്ട് കേട്ടാ. ഒരു സാധനം കണ്ട പോച്ചയ്ക്കകത്ത് ഒളിച്ചിരിക്കുക. ഈ തോക്കിട്ട് വെടിയൊക്കെ ഉണ്ടോ? പൊട്ടാസിട്ട് വെടിയൊക്കെ അവനാ. വെറുതെ എൻ്റെ തോക്കിനുണ്ടേ ഞങ്ങളതില്ല. ഓരോ സ്വിച്ച്. ഓക്കെ ബാ. ആർമർ ഉണ്ടാവോ? ബാ. ഇതിൽ ഷൂട്ടിംഗ് ഒക്കെ നല്ല രസമാണ്. ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഷൂട്ടിങ്ങിൻ്റെ ഒരു ആക്യുറസി, റീകോയിലൊക്കെ. അവിടുന്ന് കൊന്ന് സ്കിന്നെടുത്ത് അതേ ക്രീച്ചറാണ് തോന്നുന്നത്. ഇതിൽ ഈ ഗ്രാഫിക്സും ആ ഒരു മാപ്പ് ഇവർ തന്നിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ കളിക്കാൻ, അതല്ലാതെ വേറൊന്നും കണ്ട് ഞാൻ അധികം അങ്ങോട്ട് ഞെട്ടിയിട്ടില്ല. ആകെ ഡൈനോസർ എന്ന് പറഞ്ഞിട്ട് തന്നത് കുറച്ച് കൊച്ചു ഡൈനോസറുകളെ. എൻ്റെ ബോണ് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. വേറെ എങ്ങോട്ടാണ് പോകേണ്ടത്? അവിടെയാണ് ക്യാമ്പ് ഉള്ളത്. പോകുന്ന വഴി ശരിയാണല്ലോ. ഹൗ ദ ഹെൽ അതുണ്ട് കൊച്ചു ഡൈനോസേഴ്സ്. വാവ് നൈസ്. അതുവഴി പോകണ്ട. അതുവഴി പോയി ഇനി അവന്മാരൊന്നും കടിപിടിച്ച് വെക്കണ്ട. എല്ലാത്തിനും ആ കൊച്ചുങ്ങളുടെ കൊള്ളകളുണ്ട് എൻ്റെ കയ്യിലില്ല. അത് കാരണം മറ്റേ വഴി കൂടെ തന്നെ പോവാം. ഓക്കെ എൻ്റെ പൊന്നെ, ഇതെന്താ സാധനം? എന്തിൻ്റെ എല്ലാമാണ് ഇവിടോ. തല കണ്ട? ഇത് ഡൈനോസറിൻ്റെ തലയാണ് ആ കാണുന്നത്. കുറച്ച് മുമ്പ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അതിനെ ഞെട്ടുന്ന രീതിക്കൊന്നും കിട്ടിയിട്ടില്ല. അതാണ്ട് അപ്പം തന്നെ ഞെട്ടുന്ന രീതിക്ക് ഒരു സാധനം കൊണ്ട് തന്നിട്ടുണ്ട്. തീയെന്ന് വെച്ചാൽ തീ. നൈസ്. ഒരു ഗെയിമിലും ഞാൻ ഇതിനകത്തൊരു കാഴ്ച കണ്ടിട്ടില്ല. നോക്കി സിനിമയിൽ കാണണം. ആബ്സല്യൂട്ട് സിനിമ. അതിൻ്റെ സൈസ് മനസ്സിലാവുന്നുണ്ടാ? അതായത് അതിനകത്ത് എനിക്ക് കയറി നിൽക്കാം. അത്രയും വലിയ വയറിൻ്റെ ആ ഒരു റിബ്സിൻ്റെ ഭാഗം. പൊളിസാണ്. സ്ക്രീച്ചർ എടുക്കട്ടെ. സ്കിന്നെടുത്ത് കഴിഞ്ഞാൽ ആർമറായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു. എടാ അതിൻ്റെ ബാക്കിൽ നട്ടലിനകത്ത് കിടക്കുന്നുണ്ടാ? എന്താ സംഭവം? എഫ്2 കവർ യുവർ സെൽഫ് ഇൻ മഡ് ടേക്സ് ഹാർഡർ ടു സീ. ഓക്കെ, ഇവിടെ അടുത്ത് ഡൈനോസർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ചളി തേച്ച് കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പാടാവും. ഓക്കെ മിസ്, അങ്ങനത്തെ ഫിസിക്സൊക്കെ വർക്കാവുന്ന ഗെയിമാണല്ലേ? എൻ്റെടാ അത് തീർന്നില്ലടാ. ഇതിൻ്റെ വാല് വരുന്ന ഭാഗം ഇത് നട്ടതായത് സ്പൈന വാല കണ്ടായി കാണുന്നത്. അതായത് അവിടെ അതിൻ്റെ തല കിടപ്പുണ്ട് വലുത്. അവിടുന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും വലിയ റിപ്സ് വാല് കണക്ഷൻ കിടക്കുന്നുണ്ടാ? ഇവിടെ കിടന്ന് മരിച്ചേൻ്റെത്. അടിപൊളി. ഐ ലൈക്ക് ഇറ്റ്. ഇന്ന് സമയം കളയുന്നില്ല, ഞാൻ നേരെ പോട്ടെ. ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം തന്നിട്ടുണ്ട്. ചളിയും വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ഇതിനേക്കാൾ അടിപൊളി സാധനങ്ങൾ കാണാനുണ്ടാവും. ഐ എം എക്സൈറ്റഡ്, ഐ എം ത്രിൽഡ്. മ്യൂസിക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വേറെ ലെവലിലോട്ട് മാറിയിട്ടുണ്ട്. ഐ ആം അബൌട്ട് ടു സീ സംതിങ് ബിഗ്. മിഷൻ്റെ അടിസ്ഥാന ഘട്ടത്തിലെത്തുന്ന പോലത്തെ ഒരു ഫീല്. എന്താ കൊക്കയാണോ? വാവ്, അൺബിലീവബിൾ. അപ്പം പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ള അൺബിലീവബിൾ. ആ ഒരു മ്യൂസിക്കും ആ ഒരു ഗ്രാഫിക്സും ആ ഒരു സ്ഥലവും മാപ്പും കറക്റ്റ് സമയത്ത് തന്നെ ആ 2 ഡൈനോസർ പറന്നു പോയതുണ്ട്. തീ, ഒന്നും പറയാനില്ല. അബ്സല്യൂട്ട് 10ൽ 10. അതാരാ? അവനെ വെടിവെച്ച് നോക്കട്ടെ. ഒരു കൂട്ടുകാർ പറന്നു പോയണ്ടല്ലോടാ. ഓടാ, പറന്നോടാ. അല്ല പിന്നെ നമ്മളിവിടെ ബ്യൂട്ടി ആസ്വദിക്കുമ്പോൾ അവൻ അവിടെ ഇരുന്ന് ബ്യൂട്ടി ആസ്വദിക്കുക. അല്ല പിന്നെ എടാ, ഞാൻ ആസ്വദിച്ചാൽ മതി. നൈസ്, ഒന്നും പറയാനില്ല. ആ കയറി വന്നപ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അടിപൊളി എക്സ്പീരിയൻസ്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുന്നു. ഇവിടുന്ന് താഴെ പോകാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഞാൻ ആ വെള്ളച്ചാട്ടം പോയി കണ്ടിട്ട് വരാം. എൻ്റെ പൊന്നെത്തി, ഒരു രക്ഷയില്ല. ആ സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ. നോക്കി താഴോട്ട് നോക്കി, പക്ക മാപ്പ് പക്ക. വലിയ ഡൈനോസറിനെ കണ്ട്, അതായത് ഇതിനകത്ത് ഇനിയും കുറേ വെറൈറ്റി സാധനങ്ങൾ. വലിയ എല്ല് കണ്ട്. ആ സാധനം പണ്ടെപ്പോഴും അവിടെ കിടന്ന് മരിച്ചു പോയത്. അപ്പോൾ ഇനി ആ വലിയ ഡൈനോസറൊക്കെ ഉണ്ടെങ്കിൽ ഈ കൈയിരിക്കുന്ന തോക്കൊന്നും മതിയാവില്ല അതിനെ കൊല്ലാനായിട്ട്. അപ്പോൾ അത്രയും വലിയൊരു ഡൈനോസറുണ്ട്. പിന്നെ ഈ പറക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് മതി. എനിക്ക് സന്തോഷമായി. എനിക്ക് വളരെ വളരെ സന്തോഷമായി. കൊച്ചു ഡൈനോസറിനെ കണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇത്രയും വലിയ സാധനങ്ങൾ, ഇത്രയും നല്ല മാപ്പൊക്കെയാണ് കളിക്കാൻ പോകുന്നതെങ്കിൽ ഐ ആം ത്രിൽഡ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. ബാക്കിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സീ യു.